നുഴഞ്ഞുകയറ്റം തടയാൻ വേലി, സെൻസസ്, പുതിയ ശിക്ഷാ നിയമം. ബംഗാളിൽ സ്വയംതു അധികാരിയുടെ ആദ്യ 6 തീരുമാനങ്ങൾ പുറത്ത്. പശ്ചിമ ബംഗാളിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെയാണ് നിർണായക പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി സ്വയംതു അധികാരി രംഗത്ത് വന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുക, അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി നിർമ്മിക്കുന്നതിനായി തന്നെ 600 ഏക്കർ ഭൂമി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറാൻ മന്ത്രിസഭ അനുമതി നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ തന്നെ ഭൂമി കൈമാറ്റ നടപടി പൂർത്തിയാക്കാൻ ചീഫ് സെക്രട്ടറിയും ലാൻഡ് റവന്യൂ സെക്രട്ടറിയും നിർദ്ദേശം ലഭിച്ചതായി തന്നെ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അതേസമയം മുൻ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്ന സെൻസസ് നടപടികൾ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്നും തീരുമാനമായിരിക്കുകയാണ്. ഇതിനായി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. സെൻസസ് നടപടികൾ മുൻ ഭരണകാലത്ത് വൈകിപ്പിച്ചതിന് പിന്നാലെ തന്നെ കാരണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക വസ്തുതാ അന്വേഷണ സമിതിയെ നിയോഗിക്കുമെന്നതാണ് സ്വയംതു അധികാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുവാനും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. പദ്ധതിയുമായി തന്നെ ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ഉടൻ തന്നെ കരാറിൽ ഒപ്പിടുമെന്നതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിർത്തി സുരക്ഷ, ജനസംഖ്യാ കണക്ക്, ആരോഗ്യരംഗം എന്നീ 3 മേഖലകളിലും വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ സർക്കാർ അതിവേഗ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മുൻ സർക്കാർ നടപ്പിലാക്കിയിരുന്ന ഭാരതീയ ന്യായ സംഹിത സംസ്ഥാനത്ത് ഉടനടി തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും തീരുമാനമായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ഭരണരംഗത്തും മാറ്റങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാകട്ടെ അവിടെ IAS, IPS ഉദ്യോഗസ്ഥർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശീലനത്തിന് പോകുന്നതിനായുള്ള അനുമതിയും പുനരാരംഭിക്കുകയും ചെയ്യും. കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം നിയമനം മുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കായി തന്നെ 5 വർഷത്തെ പ്രായപരിധി ഇളവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യോഗത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നന്ദി പറഞ്ഞ സ്വയംതു അധികാരിയാകട്ടെ ബംഗാൾ ആദ്യമായി തന്നെ ദയരഹിതമായ ഒരു തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചതായി തന്നെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 294-ൽ 207 സീറ്റുകൾ നേടിയാണ് BJP ബംഗാളിൽ അധികാരം പിടിച്ചെടുത്തത്. അതേപോലെ തന്നെ ജാതി മത ഭേദമന്യേ തന്നെ എല്ലാവർക്കും വേണ്ടിയായിരിക്കും സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബംഗ്ലാദേശുമായി ഏകദേശം 2216.7 കിലോമീറ്റർ അതിർത്തി പശ്ചിമ ബംഗാൾ പങ്കിടുന്നുണ്ട്. ഇതിൽ ഏകദേശം 1647.696 കിലോമീറ്ററോളം തന്നെ വേലി കെട്ടിയിട്ടുണ്ട് എന്നതാണ്. അതേസമയം ഏകദേശം 569.004 കിലോമീറ്റർ ഇപ്പോഴും വേലി കെട്ടാതിട്ടിരിക്കുകയാണ്. വേലി കെട്ടാത്ത പ്രദേശങ്ങളിലൂടെയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച ആരോപണങ്ങൾ ഒരു പ്രധാന ആശങ്കയായി തന്നെ തുടരുന്നതിനിടയിലാണ് പുതിയ സർക്കാർ അതിർത്തി സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സ്വയംതു അധികാരി ഈ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ദേശീയ സുരക്ഷയുടെയും ജനസംഖ്യാപരമായ ആശങ്കകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എനിക്ക് മുൻപ് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 90% ഭൂമിയും വരെ അവളെ വളരെ മുൻപേ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടതായിരുന്നുവെന്നും എന്നാൽ ഒരു മുഖ്യമന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ സംസാരിക്കുകയും പ്രസ്താവനകളിൽ പൂർണ്ണ അധികാരത്തോടു കൂടി തന്നെ ഉറപ്പുവരുത്തുകയും വേണമെന്നും മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഈ ഭരണകൂടം അവിടെ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തില്ല എന്നതാണ് അദ്ദേഹം ഇവിടെ അടിയുറപ്പിച്ച് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.